യോബിൻ്റെ പുസ്തകം 14 അധ്യായം അതിൻ്റെ 7, 8, 9 ഒന്ന് വായിച്ചാൽ. ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും. അത് ഇളം കൊമ്പുകൾ വിടാതിരിക്കുകയില്ല. അതിൻ്റെ വേർ നിലത്ത് പഴകിയാലും അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധം കൊണ്ട് അത് കിളിർക്കും. ഒരു തൈലം പോലെ തളിർവിടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് യഥാർത്ഥത്തിൽ ഈ വേദപുസ്തകത്തിൽ ഇത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യവുമായി ബന്ധപ്പെട്ടും നമുക്ക് ഇതിനെ കണക്ട് ചെയ്യാം. കാരണം കുറ്റിയായി പോയി, വേരറ്റുപോയി. പക്ഷേ വെള്ളത്തിൻ്റെ ഗന്ധം തട്ടിയപ്പോൾ എന്ത് ചെയ്തു? അത് കിളിർത്ത് പൂത്ത് വന്നു. പ്രൈസ് ദി ലോർഡ്. ലോകം മുഴുവനും ചിതറിപ്പോയ ഇസ്രായേൽ രാജ്യത്തെ, ഇസ്രായേൽ ജനത്തെ ദൈവം കൂട്ടിവരുത്തി. പ്രൈസ് ദി ലോർഡ്. കൂട്ടിവരുത്തി ഇന്ന് ആലയം പണിയാൻ പോകുന്നു. വലിയൊരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഈ ദൂത് വ്യക്തിപരമായിട്ടുള്ള നിങ്ങളുടെ ലൈഫിൽ ചില വലിയ വിടുതലുകളെ കൽപ്പിക്കാൻ പോവുകയാണ്. ഇന്ന് രാവിലെ ഞാൻ ആലയത്തിരുന്നപ്പോൾ 2-3-4 പേര് വന്ന് സാക്ഷി പറയാനിടയായി. അവരുടെ ജീവിതത്തിനകത്ത് ഒരു സ്ഫോടനം പോലെ വർഷങ്ങളായി നിന്ന ചില ബന്ധനങ്ങൾ അഴിഞ്ഞ് ചില വലിയ ഗിഫ്റ്റുകളുമായി ആൾക്കാർ അവരുടെ വീട്ടിലൊക്കെ ചെന്ന ചില അനുഭവങ്ങളുമായി ഇന്ന് വരാനിടയായി. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്ന ഈ വചനം എന്ന് ഡിക്ലെയർ ചെയ്യുമ്പോൾ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നവരുടെ ജീവിതത്തിൽ അസാധ്യമായ ചില വിടുതലുകൾ നടക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ അകത്ത് നിന്ന് ചില കാര്യങ്ങൾ ഇന്ന് വെളിപ്പെടാൻ പോവുകയാണ്. നിങ്ങളുടെ സ്ഥിതികളെ ദൈവം മാറ്റാൻ പോകുന്നു. കരങ്ങളെ അടിച്ച് ദൈവത്തെ ശക്തിയോടെ മഹത്വപ്പെടുത്താം. ആരും മിണ്ടാതിരിക്കരുത്. ഇതൊരു നല്ല സാഹചര്യമാണ്, സമയമാണ്. ലോകത്തിൽ നിനക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റിയാണ് ദൈവത്തെ ആരാധിക്കാനുള്ള ഒരു ആരാധനാലയം. ഒരു സമയം ഇത് കഴിഞ്ഞാൽ ഒരു സീസൺ വരുമ്പോൾ ഈ ആലയങ്ങൾ കാണത്തില്ല, ബിൽഡിങ്ങുകൾ കാണത്തില്ല. ആർക്കും ആരാധിക്കാൻ ഇതുപോലെ ഒരുമിച്ചിരിക്കാൻ പറ്റാത്തൊരു സീസൺ വരാൻ പോവുകയാണ്. അത് എന്നാൽ ഇന്ന് നല്ലൊരു സീസണാണ്. ഹല്ലേലൂയ. ഒരിക്കൽ നമ്മൾ 2 വർഷം കർത്താവിനെ ആരാധിക്കാൻ ആലയങ്ങളിൽ ഒരുമിച്ച് കൂടാൻ പറ്റാതെ വളരെ ഭാരത്തോടെ വീടുകളിലിരുന്ന് എന്നാണ് പക്ഷേ ആലയത്തിൽ ആരാധന ആരംഭിക്കുന്നതെന്ന് ചോദിച്ചൊരു സീസണുണ്ട്. ഹല്ലേലൂയ. ചോദിച്ചവരെയൊന്നും പിന്നെ ആരാധന തുടങ്ങിയപ്പം കണ്ടില്ല എന്നുള്ളതേ ഉള്ളൂ. വളരെ താല്പര്യത്തോടെ വിളിച്ച് ചോദിച്ചവരെയൊന്നും ചർച്ച തുടങ്ങിയപ്പോൾ ആരെയും കാണാനില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് നല്ലൊരു സാഹചര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് ദൈവവചനവും ഇങ്ങനെ ഫാസ്റ്റിംഗ് പ്രയർ ഇതിലൊക്കെ കൂടി നിങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പ്രാർത്ഥനയും ഉപവാസവും എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തെ ചേഞ്ച് ചെയ്യുന്നൊരു കാര്യമല്ല. നമ്മൾ ഉപവസിച്ചത് കൊണ്ടോ നമ്മൾ പ്രാർത്ഥിച്ചത് കൊണ്ടോ ഇരിക്കുന്ന ദൈവത്തിന് പേടി തോന്നി പെട്ടെന്ന് ചാടി എഴുന്നേറ്റൊരു സ്ഥാനചലനമൊന്നും ഉണ്ടാക്കാൻ നമുക്ക് പറ്റത്തില്ല. അയ്യോ ശ്രീ ഇരിക്കുന്നു, ഇരുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേക്കാം എന്നൊന്നും കർത്താവിന്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ഉപവാസവും കൊണ്ട് ദൈവത്തെ ചലിപ്പിക്കാൻ പറ്റത്തില്ല. ദൈവത്തിന് ചേഞ്ച് വരുന്ന ദൈവമല്ല. കർത്താവ് അനന്യനായ ദൈവമാണ്. എന്നാൽ നീ ഉപവസിച്ചാൽ, നീ പ്രാർത്ഥിച്ചാൽ നിന്റെ അകത്ത് ചില മാറ്റമുണ്ടാകും. നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്നാൽ, നീ ദൈവത്തോട് കൂടെ വസിച്ചാൽ, 91 സങ്കീർത്തനം 14 പറയുന്നത് പോലെ കർത്താവിനോടുകൂടി ചേർന്നിരുന്നാൽ ദൈവം നിന്നെ വിടുവിക്കും. ഹല്ലേലൂയ. അപ്പം നമുക്കാണ് മാറ്റം സംഭവിക്കുന്നത്. നമ്മൾ ഉപവസിച്ചാൽ, നമ്മൾ പ്രാർത്ഥിച്ചാൽ, നമ്മൾ ആരാധിച്ചാൽ ആർക്ക് വിടുതലുണ്ടാകും? ദൈവത്തിനല്ല, അടുത്തിരിക്കുന്നവനല്ല. പിന്നെ ആർക്ക്? ഒന്ന് കൈ കൊടുത്ത് പറഞ്ഞ അടുത്തിരിക്കുന്ന ആൾക്കല്ല. പ്രൈസലോ. പാറ പോലെ മയിൽക്കുറ്റി പോലെ ഇരുന്നാൽ അടുത്തിരിക്കുന്നവൻ വിടുതൽ പ്രാപിക്കും. നീ അവിടെ തന്നെ ഇരിക്കും. കർത്താവ് വരുമ്പോഴും വാ തുറന്ന് അവിടെ തന്നെ ഇരിക്കും. പക്ഷേ നീ ആരാധിച്ചാൽ നിനക്കും അടുത്തിരിക്കുന്നവൻ്റെ കൂടെ പോവാം. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആൾ പോയാൽ പോരാ. നമ്മളെല്ലാവരും എന്ത് ചെയ്യണം? ചില വീഡിയോസൊക്കെ ഇങ്ങനെ ഇറങ്ങാൻ നമ്മൾ കാണും. ഇങ്ങനെ വലിയ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ പാർശ്വം വിശ്വാസികൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ ആ വീഡിയോ. കർത്താവ് വിളിക്കുന്നു, പാസ്റ്റർ മാത്രം അവിടെ നിൽക്കുന്നു, വിശ്വാസികളൊക്കെ പോകുന്നു. ഒന്ന് ആലോചിച്ച്, ഭയങ്കര സംഭവമല്ലേ? ഇത്രയും നാൾ പ്രസംഗിച്ചുകൊണ്ടിരുന്ന പാസ്റ്റർ അവിടെ വാ തുറന്ന് നിൽക്കുന്നു, വിശ്വാസികളിൽ പലരും പോകുന്നു. ഹല്ലേലൂയ. നമ്മളെല്ലാവരും സ്വർഗത്തിൽ പോകണം, നിത്യതയിൽ പോകണം. സ്വർഗം ഇനി അവിടെ വന്നിട്ടല്ല, യഥാർത്ഥത്തിൽ സ്വർഗരാജ്യം ഇവിടെ തന്നെ ഉണ്ട്. ദൈവരാജ്യം വന്നിട്ട് നാളുകളായി. നമ്മൾ ഇനി ഇവിടെ ഇരുന്ന് പോകാൻ വേണ്ടി ചിറക് വെച്ച് തരുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക.
അത് നിന്റെ പ്രശ്നമാണ്. ഹല്ലേലൂയ. യഥാർത്ഥത്തിൽ ദൈവരാജ്യം നിന്റെ അകത്ത് വന്നു കഴിഞ്ഞു. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു ദൈവരാജ്യം വന്നു കഴിഞ്ഞു. അവന് ദൈവം ഇനിയിപ്പോൾ എപ്പോൾ വരും, കർത്താവ് എപ്പോൾ വരും? നമ്മൾ ഒരു പാട്ട് പാടുമല്ലോ, അത് തന്നെ, മൽപ്രിയനെ അല്ലേ, എന്നേശു നായകനെ എപ്പോൾ വരും അല്ലേ. വന്നിട്ടിപ്പോൾ എന്ത് ചെയ്യാൻ? വന്നു കഴിഞ്ഞാൽ നീ പോണ്ടേ? കർത്താവ് എപ്പോഴോ വരട്ടെ, നീ റെഡിയാണോ? നീ ഇവിടെ 45 ഡിഗ്രി ചരിഞ്ഞ് ഉറങ്ങി വായും തുറന്നിരിക്കും. നിന്നൊക്കെ കർത്താവ് വന്നാലെന്ത്, പിശാച് വന്നാലെന്ത്? പല സഭകളിലും പല ആരാധനകളുടെ ഇടയിലും ഭയങ്കര തീ പോലെയുള്ള ആരാധന നടക്കുമ്പോൾ ഒരു ഭാഷ കാണുകയാണ്, ഇത്രയും തീ പോലെയുള്ള ആരാധനയുടെ നടുക്ക് 21 ഡേയ്സ് ഫാസ്റ്റിംഗ് പ്രെയർ വളരെ ഈസി ആയിട്ട് പിശാചി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അപ്പം നമ്മുടെ ചെറിയ ഈ മാലപ്പടക്കോ അല്ലെങ്കിൽ ചെറിയ ദീപാവലിക്ക് മഴയത്ത് കൊന്നുപോയ ഒരു ചെറിയ പടക്ക് പോലെ ഉള്ള അടി, ഇതൊക്കെ കൊണ്ടൊന്നും പിശാചിനെ ഓടിക്കാൻ പറ്റത്തില്ല. നമ്മൾ വിചാരം നമ്മൾ ഭയങ്കര ആരാധന പ്രാർത്ഥന 2-3 അന്യഭാഷയൊക്കെ പറയുമ്പോൾ പിശാച് ഓടി രക്ഷപ്പെടുമെന്നാണ്. പിശാച് മാറി നിന്ന് ചിരിക്കുകയാണ്. ഇവൻ്റെ ഈ ഭാഷ യഥാർത്ഥ ഭാഷയാണോ അന്യായ ഭാഷയാണോ അന്യഭാഷയാണോ എന്ന് പിശാചിനറിയാം നിന്റെ ഭാഷ ഏതാണെന്ന്. ഹല്ലേലൂയ. പലരും പറയുന്ന ഭാഷയുടെ എനിക്ക് ചിരി വന്നിട്ടുണ്ട്. അപ്പോൾ പല ഭാഷയും ദൈവം കൊടുത്ത ഭാഷയല്ല. നീ ദൈവത്തിൻ്റെ പൗരനാണ്. പൗരനായതുകൊണ്ട് ദൈവരാജ്യത്തിലെ ഭാഷ നിനക്ക് തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ദൈവം തന്ന ഭാഷയാണ് നീ പറയുന്നതെങ്കിൽ ചിലതൊക്കെ ഇന്ന് പൊളിഞ്ഞു വീഴും. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം മൽപ്രിയനെ യേശു എപ്പോൾ വന്നു? എന്നേ വന്നു. കർത്താവ് വന്നിട്ട് കാലം കുറേ ആയി, നാളുകളായി. നിന്റെ അകത്ത് യേശു ഇരിക്കുക. എന്നിട്ടാണ് നമ്മൾ പറയുന്നത് എപ്പോൾ വരുമെന്ന്. അപ്പം അങ്ങനെ പാടുന്നവൻ്റെ ലൈഫിൽ ഒന്നും നടക്കത്തില്ല. നിന്റെ അകത്ത് ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തന 82:6 വായിക്കുമ്പോൾ അതിനകത്തൊരു സംഭവമുണ്ട്. സങ്കീർത്തനക്കാരൻ പോലും പുതിയ നിയമത്തിലെ വെളിപ്പാട് അടിക്കുന്നത്. ഭയങ്കര റെവലേഷനാണ് ആ സങ്കീർത്തനകത്ത് പറയുന്ന ഒരു സംഭവം. വായിച്ചോ 82. നിങ്ങൾ ദേവന്മാർ ആകുന്നു എന്നും നിങ്ങൾ ദൈവമക്കളാകുന്നുവെന്നും നിങ്ങളൊക്കെയും അത്യുന്നതന്റെ പുത്രന്മാർ എന്നും ഞാൻ നിങ്ങൾ അത്യുന്നതന്റെ പുത്രന്മാരെന്നും സങ്കീർത്തനക്കാരൻ പറയുക. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആരാണ്? അടുത്തിരിക്കുന്ന ആളുടെ ചോദിക്കുന്നു നീ ആരാണെന്ന്. ചിലരൊക്കെ ആരാണെന്ന് ചോദിച്ചപ്പോൾ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു, ഒരു പിടിയില്ലത്. ആരാ നീ? അത്യുന്നതനായ ദൈവത്തിന്റെ, ഒന്ന് ഉറക്കെ പറഞ്ഞാൽ ഞാൻ ദൈവത്തിന്റെ പുത്രനാണ് പുത്രിയാണ്. ഉറക്കെ പറ, നല്ല ധൈര്യത്തോടെ പറ, കോൺഫിഡൻസോടെ പറ, ഞാൻ ദൈവത്തിന്റെ അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രനാണ് പുത്രിയാണ്. ശക്തമായിട്ട് പറ. അത് പറയുമ്പോൾ തന്നെ നിന്റെ ലൈഫിൽ ചില വിടുതൽ നടക്കും. ആ കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടാണ് ആ പിശാച് അവിടെ തന്നെ ഇരിക്കുന്നത്. വളരെ ധൈര്യത്തോടെ ഉറപ്പോടെ ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ്, ഞാൻ മകനാണ് മകളാണെന്ന് നീ ഒരു 4-5 പ്രാവശ്യം ഉറക്കെ അങ്ങ് വാ തുറന്ന് പറയുമ്പോൾ പ്രൈസ് ദി ലോർഡ്, നിന്റെ മുമ്പിൽ നിൽക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെല്ലാം അഴിഞ്ഞു മാറും. നിന്റെ വീട്ടിനകത്ത് നീ കയറുമ്പോൾ പറയും, ഈ വീടിൻ്റെ നായകൻ കർത്താവാണ്, എൻ്റെ വീട് സ്വർഗമാണ്, ഞാൻ ദൈവമകനാണ് മകളാണ്, എൻ്റെ ഭവനത്തിൽ ഹല്ലേലൂയ പിശാചിന് അധികാരമില്ല, ഒരു ദുഷ്ടനും അധികാരമില്ല. യേശുവിൻ്റെ ഗ്ലോറി, കർത്താവിൻ്റെ മഹത്വം, യേശു എൻ്റെ ഉള്ളിലിരിക്കുന്നു. ദൈവരാജ്യം എൻ്റെ അകത്തുണ്ട്. ഞാൻ നടക്കുമ്പോൾ ദൈവരാജ്യം നടക്കുന്നു, ഞാൻ ഇരിക്കുമ്പോൾ ദൈവരാജ്യം ഇരിക്കുന്നു, ഞാൻ തൊടുമ്പോൾ കർത്താവ് തൊടുന്നു, ഞാൻ നോക്കുമ്പോൾ യേശു നോക്കുന്നത് പോലെ. ഇന്ന് കർത്താവ് ഇനി വരുവാൻ വേണ്ടി കാത്തിരിക്കുന്നവരല്ല നമ്മള്. ഇന്ന് പകല് യേശു അകത്തിരിക്കുന്ന ഹല്ലേലൂയ. മോശയെ നോക്കി ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ ഫറവോന് ദൈവമാക്കി വെച്ചിരിക്കുന്നു. കർത്താവ് മോശയെ വിളിച്ചിട്ട് പറയുകയാണ്, ഞാൻ നിന്നെ ഫറവോന്. അപ്പൊ ദൈവം നമ്മളെ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ നെടുമങ്ങാട് നമ്മളെ ദൈവം അപ്പോയിന്റ് ചെയ്തിരിക്കുക. നമ്മൾ ആരാണ്? നെടുമങ്ങാടിന്റെ ദൈവങ്ങളാണ്. നിങ്ങൾ ഓരോരുത്തരും അപ്പോയിന്റ് ചെയ്തവരാ. നിങ്ങളാരാ? ഒരു കുട്ടി ദൈവമാണ്. കാരണം നിങ്ങൾ വാ തുറന്നാലേ ചിലത് പൊളിയൂ, നിങ്ങൾ എഴുന്നേറ്റാലേ ചിലത് ഡോർ ഓപ്പൺ ആകും. നിങ്ങൾ കൽപ്പിക്കുന്നതിന് വേണ്ടി ദൈവം കാത്തിരിക്കുക. ഇനി കർത്താവ് ഇറങ്ങി വന്ന് ചെയ്യാനല്ല, നിന്നെ അതിനാണ് ദൈവം വിളിച്ചതും അപ്പോയിന്റ് ചെയ്തതും. നീ എഴുന്നേക്കുക, നീ പറയുക, നീ കൽപ്പിക്കുക,
അത് ചെയ്യാൻ ദൂതന്മാരിങ്ങനെ ഇറങ്ങി നിൽക്കുക, ഏഞ്ചൽസ് ഇറങ്ങി നിൽക്കുക. മോശയോട് ദൈവം പറയുകയാണ്, നീ എന്നോട് എന്തിനാ നിലവിളിക്കുന്നത്? നിന്റെ കയ്യിൽ ഞാൻ അധികാരം തന്നു, വടി തന്നു, നിന്റെ കരച്ചിനെ നിർത്തിയിട്ട് നീ കൽപ്പിക്ക. ഞാൻ ഓൾറെഡി നിന്നെ ഫറവോനെ ദൈവമാക്കി വെച്ചിരിക്കുന്നു. നെടുമങ്ങാടിനും ട്രിവാൻഡ്രത്തിനും കേരളത്തിനും ഇന്ത്യയിലും പല രാജ്യങ്ങൾക്ക് ദൈവം നിന്നെയും എന്നെയും ഒരു ദൈവമാക്കി അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോയിന്റ് ചെയ്തവർ മാത്രം ഇന്ന് പകല് കരങ്ങളെ അടിച്ച് ദൈവം എന്നെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു, ദൈവം എന്നെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർ, ഉറപ്പുള്ളവർ എത്ര പേരുണ്ട് ഇതിനകത്ത്? ദൈവം രാജ്യങ്ങളെ പിടിക്കുവാൻ, പട്ടണങ്ങളെ പിടിക്കുവാൻ, പല രോഗികളെ സൗഖ്യമാക്കുവാൻ, മരിച്ചവരെ എഴുന്നേൽപ്പിക്കുവാൻ ദൈവം എന്നെ അപ്പോയിന്റ് ചെയ്തിരിക്കുക. ഇതിനകത്ത് പലരും അപ്പോയിന്റ് ചെയ്തപ്പെട്ടവരുണ്ട്. കർത്താവിനോട് പറയുകയാണ്, അടുത്ത സീസൺ വരാൻ പോകുന്നു. പേര് വിളിച്ച് ദൂത് പറയുന്നവന്റെ കാലം മാറാൻ പോകുന്നു. അതിന് പകരം മരിച്ചവരെ എഴുന്നേൽപ്പിക്കുന്ന ഒരു സീസൺ വെളിപ്പെടാൻ പോവുക. പേരും അഡ്രസ്സും പറയുന്ന പ്രവാചകന്മാരുടെ സീസൺ ചേഞ്ച് ആയിട്ട് ഇന്ത്യൻ സഭയ്ക്കകത്ത് കൂട്ടമായി മരിച്ചവരെ എഴുന്നേൽപ്പിക്കുന്ന ചിലരെ ഇന്ന് പകൽ ദൈവം അഭിഷേകം ചെയ്യാൻ പോകുന്നു. കർത്താവ് പറയുക, പ്രവചനത്തിനും ദൂതുകൾക്കും വെളിപ്പാടുകൾക്കും വേണ്ടിയല്ല നീ ഇരിക്കേണ്ടത്. നീ മോർച്ചറിയിൽ കയറിയാൽ മരിച്ചവരെഴുന്നേക്കും. നിന്റെ മുമ്പിൽ ആംബുലൻസിൽ മരിച്ചവരെ കൊണ്ടുവരും. ദൈവസഭ KFM-നകത്ത് മരിച്ചുപോയ വ്യക്തികളെ ആംബുലൻസിൽ കയറ്റി സഭയുടെ മുമ്പിൽ കൊണ്ടുവന്നാൽ ഇവിടെയുള്ള സീനിയർ പാസ്റ്റർമാരല്ല എഴുന്നേൽപ്പിക്കാൻ പോകുന്നത്, നിങ്ങൾ എഴുന്നേൽപ്പിക്കാൻ പോവുക. അങ്ങനെ ഒരു തലമുറയെ എന്റെ ദൈവം KFM-നകത്ത് നിന്ന് ഇന്ന് പകൽ എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. അടുത്ത സീസൺ ആരംഭിക്കാൻ പോവുക. മരിച്ചവരെ എഴുന്നേൽപ്പിക്കുന്ന ദൈവാത്മാവ് കഴിഞ്ഞ 2 ദിവസമായി എന്നോട് ശക്തമായി പറയുകയാണ്, ഇതാ മരിച്ചവരെ കൂട്ടമായി എഴുന്നേൽപ്പിക്കുന്ന ഒരു തലമുറയെ ഇന്ത്യയിൽ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. ഭാവിച്ചോ, ചിലരുടെ മേൽ ദൈവത്തിന്റെ ജീവൻ വീഴാൻ പോവുക. മരിച്ചവരെ എഴുന്നേൽപ്പിക്കാനുള്ള ഒരു വലിയ ഇമ്പാർട്ടേഷൻ ഫയർ. സഹോദരിമാർ പ്രാപിച്ചോ, സഹോദരന്മാർ പ്രാപിച്ചോ, റിസറക്ഷൻ പവർ, the power of resurrection. അന്തരീക്ഷങ്ങൾ മാറുകയാണ്. അന്തരീക്ഷങ്ങൾ, നിന്റെ ബോഡിയിൽ ചില അവയവങ്ങൾ റിസറക്ഷൻ പവർ റിലീസ് ആകുന്നു. യെസ്, ഫയർ, 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 ഫയർ. സീസൺ ചേഞ്ച് ആവുക, പ്രാപിക്കുക കേട്ടോ. വളരെ ശക്തമായ ചില മരിച്ചവർ എഴുന്നേൽപ്പിക്കുന്ന ചില മിനിഷികൾ നിങ്ങളുടെ കരങ്ങളിലോട്ട് എത്തിപ്പോകുന്ന ചില മിറക്കിൾസ്, ഡെലിവറൻസുകൾ, ഹീലിംഗുകൾ നിന്റെ കരങ്ങളിലൂടെ ദൈവം ചെയ്യാൻ പോവുക. അടുത്ത സീസൺ വെളിപ്പെടാൻ പോകുന്നു. അടുത്തൊരു സീസൺ വെളിപ്പെടാൻ പോവുക. സീസൺ ചേഞ്ച് ആകട്ടെ. ഹല്ലേലൂയ ജീസസ്. കർത്താവ് പറയാ, സ്ഥിതി മാറാൻ പോവുക. അതായത് വെട്ടി കുറ്റിയായി നിൽക്കുന്ന ചിലതിനെ, വേര് പോലും അറ്റുപോയിരിക്കുന്ന ചിലതിനെ എഴുന്നേൽപ്പിക്കാനാ KFM-നെ ദൈവം വിളിച്ചത്. നമ്മുടെ സഭയിൽ എല്ലാം ഉള്ളവരല്ല വരുന്നത്, എല്ലാം നഷ്ടപ്പെട്ടവരാ വരുന്നത്. അപ്പൊ എല്ലാം നഷ്ടപ്പെട്ടവൻ കയറിയാൽ പിന്നത്തേവൻ കിളിർത്ത് വരുന്നതിന് കാരണം നമ്മുടെ അകത്ത് മരിച്ചവനെ എഴുന്നേൽപ്പിക്കുന്ന അഭിഷേകം ഉള്ളത് കൊണ്ടാണ്. Resurrection power, the power of resurrection. അത് നിന്റെ അകത്തുണ്ട്, ഈ സഭയുടെ മേലുണ്ട്, KFM-ന്റെ മേലുണ്ട്. KFM-ന്റെ മേൽ ദൈവം തരുന്ന അഭിഷേകം ഉള്ളവനെ വീണ്ടും കൊടുക്കുന്നതല്ല, ഒന്നുമില്ലാത്തവനെ, ശവക്കുഴിക്കകത്ത് കിടക്കുന്നവനെ എഴുന്നേൽപ്പിക്കുന്ന ഒരു അസാധാരണ അഭിഷേകം. അതാണ് KFM-ന്റെ അഭിഷേകം. അത് അന്ത്യകാലത്തിന് വേണ്ടി ദൈവം നമ്മളെ വെച്ചിരിക്കുക. അന്ത്യകാലത്ത് ശുശ്രൂഷകന്മാരായി ദൈവസഭയിൽ നിന്ന്, നമ്മുടെ ഈ KFM-ൽ നിന്ന് ഒരു റിവൈവൽ പൊട്ടി പുറപ്പെടാൻ പോകും. കർത്താവ് തെക്ക് നിന്ന് ഒരു അഗ്നി പുറപ്പെടും, വടക്ക് നിന്ന് വരുന്ന വാളിനെ വിഴുങ്ങും. വാര്യാപുര യോനാച്ചൻ പറഞ്ഞതാ. ആ വാര്യാപുര യോനാച്ചന്റെ വീട്ടിന്റെ ഫ്രണ്ടിൽ ചെന്ന് കയറ്റി കൈവച്ച്
നിന്നപ്പോൾ ദൈവശബ്ദം കേട്ടിട്ടാണ് ഞാൻ ഓൾ ഇന്ത്യ ട്രെയിൻ ഇതിന് പോയത്. കർത്താവ് പറഞ്ഞു, ഒരു സീസൺ വരും. ബാംഗ്ലൂരിൽ വെച്ച് 2010 ദൈവാത്മാവിനോട് പറഞ്ഞു, നിങ്ങൾ പിന്നെ സ്വന്തം ദേശത്ത് മടങ്ങി പോവുക. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല വരാൻ തന്നെ. കാരണം കർത്താവിന്റെ അഭിഷിക്തന്മാര് 6-7 പേര് പ്രവചനം പറഞ്ഞു, റിവൈവൽ വരുന്നത് ട്രിവാൻഡ്രത്ത് നിന്നാണ്. നിങ്ങളുടെ സ്വന്തം ദേശത്തിൽ നിന്നും അന്ത്യകാല റിവൈവൽ വെളിപ്പെടും. അനവധി പ്രവാചകന്മാർ പ്രവചിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ KFM-നകത്ത് നിന്ന് ഒരു അന്ത്യകാല റിവൈവൽ. നിതീഷ് പോയപ്പോൾ ആഫ്രിക്കയിൽ നമ്മളെ അറിഞ്ഞുകൂടാത്ത പ്രവാചകന്മാർ പറഞ്ഞു, നിങ്ങളുടെ സഭയിൽ നിന്ന് ലോകം അറിയുന്ന ചില ശുശ്രൂഷകന്മാർ ലോകത്തെ ഇളക്കുന്ന റിവൈവൽ നിങ്ങളുടെ ചർച്ചിൽ നിന്നുണ്ടാകുമെന്ന് പ്രാപിച്ചോ? ദൈവശക്തി വരിക. കരകളെ അടിച്ച് പ്രാപിച്ചോ? സഹോദരിമാർ പ്രാപിച്ചോ? Miracles, healings and deliverance. ദൈവസഭയ്ക്കകത്ത് ഒരു പുതപ്പ് വീഴുകയാണ്. അസാധാരണ പുതപ്പുകൾ, ഡബിൾ പോർഷൻ അനോയിന്റിങ്ങുകൾ ചിലരുടെ മേലെന്ന് വീഴാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ ഇതായിരുന്നോ? പ്രൈസ് ദി ലോർഡ്. വചനം നമ്മൾ വായിച്ചത് ഇപ്പൊ യോബിനോട് തന്നെ പറയാൻ കാരണം നമുക്കറിയാം, യോബിന്റെ ലൈഫിൽ എല്ലാം നഷ്ടപ്പെട്ടു. ഒറ്റ ദിവസം കൊണ്ട് എല്ലാം ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ എന്ത് ചെയ്തു? മക്കൾ നഷ്ടപ്പെട്ടു, തനിക്കുണ്ടായിരുന്ന മൃഗസമ്പത്തുകൾ നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു. വലിയ കാറ്റടിച്ചു. ചില കാറ്റുകൾ ചിലതിനെയൊക്കെ കൊണ്ടുപോയവർ ഇതിനകത്തിരിപ്പുണ്ട്. നീ ചിന്തിക്കാത്ത സമയത്ത് ചില വലിയ കാറ്റുകൾ, ഈശാനമൂലം പോലെയുള്ള ചില കൊടുങ്കാറ്റുകൾ നിന്റെ ഭവനത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിനകത്ത് ആഞ്ഞടിച്ച് എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥകളിൽ വന്നിരിക്കുന്ന നിന്നോട് ദൈവാത്മാവ് പറയുകയാണ്, ഹല്ലേലൂയ. അവരോടുള്ള ദൈവത്തിന്റെ ദൂതാണ്, നീ വേരറ്റ് പോയെന്ന് ലോകം പറഞ്ഞാലും, നീ ഒരു കുറ്റിയായി പോയെന്ന് പറഞ്ഞാലും, വെള്ളത്തിന്റെ ഗന്ധം നിന്നെ തൊട്ടാൽ